അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്ന ടാസ്ക് ബിഗ് ബോസ് വീട്ടിൽ വരുന്ന ആഴ്ചകളിൽ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. സംഗതി നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ അവിടെയുള്ള ആളുകളെല്ലാവരും പല പല ടാസ്കുകളിലായിട്ട് മത്സരിച്ച് ഓരോ ടാസ്കിലും ജയിക്കുന്ന ആൾക്കാർക്ക് 1ഉം 2ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കുന്ന ആൾക്കാർക്ക് 10ഉം 9ഉം പോയിൻ്റൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ടാസ്കുകളെല്ലാം അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടുന്ന ഒരാൾ ഡയറക്റ്റായിട്ട് നമ്മുടെ ഫിനാലയിലേക്ക് കയറുന്ന ഒരു മത്സരമാണ് ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്ന മത്സരം. ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് ഒരാഴ്ചയായി നടക്കുന്ന ഈ ടാസ്കിൽ 5ഓ 6ഓ 7ഓ മത്സരങ്ങളൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ട്. ഈ 7 മത്സരങ്ങളിൽ കൂടി ഏറ്റവും കൂടുതൽ പോയിൻ്റ് കരസ്ഥമാക്കുന്ന ഒരാളായിരിക്കും ടിക്കറ്റ് ടു ഫിനാലിലേക്ക് എത്തുക. അവർക്ക് കിട്ടുന്ന ആനുകൂല്യം എന്ന് പറഞ്ഞാൽ അവർ ഡയറക്റ്റായിട്ട് ഫിനാലിലേക്ക് പോകും എന്നുള്ളതാണ്. അവർ പിന്നീട് നോമിനേഷൻ വരില്ല, അവരെ ആക്കം വോട്ട് ചെയ്യാൻ പറ്റില്ല, നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെയാണ് അവസ്ഥ. സീസൺ 5 നമ്മുടെ നാദറ ആയിരുന്നു ടിക്കറ്റ് ഫിനാലെ. പക്ഷേ നാദറ അതിന് മുമ്പ് തന്നെ പണപ്പെട്ടി എടുത്ത് പുറത്ത് പോയതുകൊണ്ട് നാദറയ്ക്ക് ആ ടിക്കറ്റ് ഫിനാലെ വേദി എത്താൻ പറ്റിയില്ല. പിന്നെയുള്ളത് നമ്മുടെ അഭിഷേക് ശ്രീകുമാർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഓരോ സീസണിലും വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ സീസൺ 4 വിജയിയായിട്ടുള്ള ദിൽഷ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഇത്തവണ ടിക്കറ്റ് ഫിനാലെ നേരത്തെ നടക്കും എന്നാണ് അറിയുന്നത്. ഈ പറയുന്ന അവിടെയുള്ള നിലവിലുള്ള 10 മത്സരാർത്ഥികൾ പരസ്പരം ഏറ്റുമുട്ടിയിട്ട് അതിലൊരാൾ ഫിനാലിലേക്ക് പോകുന്ന ഒരു പരിപാടിയാണ്. നിർഭാഗ്യവശാൽ സാബുമാനൊക്കെ ആ ടാസ്ക് ജയിക്കുകയാണെങ്കിൽ സാബുമാൻ ഈസി ആയിട്ട് ടോപ്പ് 5 എത്തുമെന്നും മനസ്സിലാക്കുന്നു. എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.